ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി ജോലി തേടി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി യമനിലേക്ക് പറന്ന മലയാളി നഴ്സ്. പക്ഷെ വിധി അവൾക്കവിടെ കാത്തുവെച്ചത് കൊലക്കയർ. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശി നിമിഷപ്രിയയുടെ ജീവിതത്തിന്റെ രത്നച്ചുരുക്കം ഇത്രയുമാണ്. യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ച കേസിൽ വധശിക്ഷയിൽ വിധിക്കപ്പെട്ട് യമനിലെ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ് നിമിഷപ്രിയ. വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കുമെന്നും ഇത് സംബന്ധിച്ച് ഉത്തരവിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചുവെന്നുമുള്ള വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. 2012 നിമിഷപ്രിയയും ഭർത്താവ് ടോമിയും കുഞ്ഞും യമനിലേക്ക് തിരിക്കുന്നത്. നേഴ്സായ തന്റെ ജോലിയിൽ നിന്നുള്ള വരുമാനവും സ്വകാര്യ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ച ടോമിയുടെ വരുമാനവും കൊണ്ട് കുടുംബം അത്യാവശ്യം മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷെ പ്രതീക്ഷിച്ച ശമ്പളം ജോലിയിൽ നിന്ന് ലഭിച്ചില്ല. ഇതോടെ ആശങ്കയിലായ കുടുംബത്തിന്റെ ചിന്തകളെല്ലാം ഇനി എന്ത് എന്ന ചോദ്യത്തിൽ തട്ടി നിന്നു. അവിടെ നിന്നാണ് ഒരു ക്ലിനിക് ആരംഭിക്കാമെന്ന പ്ലാൻ ഇവരുടെ മനസ്സിലേക്ക് എത്തുന്നത്. പക്ഷേ യമനിൽ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ യമൻ പൗരന്റെ പിന്തുണ അത്യാവശ്യമായിരുന്നു. ആ പിന്തുണയ്ക്കായി അവർ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു തലാൽ അബു മഹ്ദി. തലാലിന്റെ പിന്തുണയോടെ ക്ലിനിക്ക് തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം അവർ ശരിയാക്കി. നിമിഷപ്രിയയുടെയും ടോമിയുടെയും പൂർണ്ണ വിശ്വാസം അതിനുള്ളിൽ തലാൽ അപ്പോഴേക്കും നേടിയിരുന്നു. ആ വിശ്വാസത്തിന്റെ ബലത്തിൽ സ്വരുക്കൂട്ടിയ സമ്പാദ്യമെല്ലാം അവർ തലാലിനെ ഏൽപ്പിച്ചു. പക്ഷേ ആ പണം മതിയാകുമായിരുന്നില്ല. കൂടുതൽ പണം കണ്ടെത്തുന്നതിനായി കുഞ്ഞുമായി ആ ദമ്പതികൾ നാട്ടിലേക്ക് തിരിച്ചു. പക്ഷെ നാട്ടിലെത്തി ഇരുവർക്കും ഒരുമിച്ച് യമനിലേക്ക് മടങ്ങുന്നതിൽ തടസ്സങ്ങളുണ്ടായി. ആദ്യം നിമിഷപ്രിയയും പിന്നീട് ടോമിയും പോകാമെന്ന ധാരണയിൽ അവരെത്തി. തിരികെ യമനിലെത്തിയ നിമിഷപ്രിയയെ വരവേറ്റത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കാണ്. യമൻ സൗദി യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ടോമിയുടെ യാത്ര പിന്നെയും നീണ്ടു. ബിസിനസ് പങ്കാളിയായി പൂർണ്ണ പിന്തുണയുമായി നിന്നിരുന്ന തലാലിന്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇതിനിടയിൽ നിമിഷപ്രിയയെ തന്റെ ഭാര്യയാണെന്ന് തലാൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ഇയാൾ നിമിഷപ്രിയയെ ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു. ക്ലിനിക്കിന്റെ വരുമാനം മുഴുവനായും തലാൽ കൈക്കലാക്കി. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് തട്ടിയെടുക്കുകയും സ്വർണം വിൽക്കുകയും ചെയ്തതോടെ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി നൽകി. ഇതോടെ തലാൽ ശാരീരിക ഉപദ്രവങ്ങൾ ആരംഭിച്ചു. പിന്നീട് സംഭവിച്ചത് നിമിഷപ്രിയയുടെ മൊഴിയായാണ് നാം അറിഞ്ഞത്. ജീവൻ അപകടത്തിലാകുമെന്ന് ഉറപ്പിലായ ഘട്ടത്തിലാണ് തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് കുറ്റസമ്മതം നടത്തിയ അവർ തനിക്ക് തലാലിൽ നിന്ന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. വഞ്ചനയുടെയും ചതിയുടെയും ആൾരൂപമായിരുന്നു നിമിഷപ്രിയയുടെ മൊഴിയിലെ തലാൽ. ക്ലിനിക്കിൽ നിന്നുള്ള വരുമാനം കൈക്കലാക്കിയതിനു പുറമെ സ്വർണവും പണവും തട്ടിയെടുത്തെന്നും നാട്ടിലേക്ക് മടങ്ങാതിരിക്കാൻ പാസ്പോർട്ട് പിടിച്ചുവെച്ചുവെന്നും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്നും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നുമെല്ലാം നിമിഷപ്രിയ പറയുന്നുണ്ട്. തലാലിന്റെ മർദ്ദനത്തിന് ഇരയായിരുന്നത് നിമിഷപ്രിയ മാത്രമായിരുന്നില്ല. ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും തലാലിന്റെ പീഡനങ്ങൾക്ക് ഇരയായിരുന്നു. ഇതിനിയും തുടരാനാവില്ലെന്ന ഘട്ടത്തിലാണ് ഇരുവരും ചേർന്ന് തലാലിനെ മരുന്നു കുത്തിവെച്ച് കൊലപ്പെടുത്തുന്നത്. മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചെന്നും വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വന്നതോടെ പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നിമിഷപ്രിയയും ഹനാനുമാണ് കുറ്റക്കാരെന്ന് പോലീസ് കണ്ടെത്തി. പക്ഷെ തന്റെ ഭാഗം വിശദീകരിക്കുന്നതിനായി നിമിഷപ്രിയയ്ക്ക് ദ്വിഭാഷിയുടെ സേവനം ലഭിച്ചില്ലെന്നാണ് ആരോപണം. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചുവെന്നും നിമിഷപ്രിയ പറയുന്നുണ്ട്. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും വിവിധ കോടതികൾ ഇത് തള്ളി. ശിക്ഷ ഇളവ് ചെയ്തു തരണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴി യമന് നിവേദനം നൽകിയിരുന്നെങ്കിലും ഇതും പരിഗണനയിലെടുത്തില്ല. യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനായിലാണ് നിമിഷപ്രിയ കഴിയുന്നത്. ഹൂതികളുമായി ബന്ധമുള്ള ഇറാൻ സർക്കാരുമായി ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ സാധ്യമായിരുന്നില്ല. യമനുമായി ഇക്കാര്യത്തിൽ ചർച്ച നടക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് ഇന്ത്യയെ അറിയിച്ചെങ്കിലും ചർച്ചയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിൽ തന്നെ തുടരുകയാണ്. 2024 ഏപ്രിലായിരുന്നു പ്രേമകുമാരി സനായിലെത്തിയത്. 11 വർഷങ്ങൾക്ക് ശേഷം നിമിഷപ്രിയയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. സ്വാധീനമുള്ള വ്യക്തികളെ ഉപയോഗിച്ച് ഗോത്ര തലവന്മാരുമായി ചർച്ച നടത്താനാണ് സാമുവൽ ജെറോം എന്ന മനുഷ്യാവകാശ പ്രവർത്തകനോടൊപ്പം പ്രേമകുമാരി സനായിലെത്തിയതെങ്കിലും ഈ ചർച്ച കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. തലാലിന്റെ കുടുംബത്തിന് $10 ലക്ഷം ദയാധനമായി നൽകാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ദയാധനം കൈമാറുന്നതിന് സങ്കീർണതകൾ ഏറെയാണെന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ. തടവിൽ കഴിയുന്ന നിമിഷപ്രിയയെയും യമനിലെ ഇന്ത്യൻ എംബസിയെയും വധശിക്ഷയ്ക്കുള്ള റിപ്പോർട്ട് ജയിലിലെത്തിയ കാര്യം അറിയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയെ ഏതെങ്കിലും വിധേന രക്ഷിച്ച് നാട്ടിലെത്തിക്കാനാവും എന്ന പ്രതീക്ഷയിലായിരുന്നു വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി പ്രഖ്യാപിക്കുന്നത് വരെ കേരളം.
എന്നാൽ വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇനിയുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുക എന്നുള്ളത് മാത്രമാണ്. തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചകളിലൂടെ മാത്രമേ അതിനും വഴി തെളിയൂ.